ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാ വാങ്ങുക, എവിടുന്നാ വാങ്ങുക എന്നൊക്കെയുള്ള കുറേ ഡൗട്ടുകൾ വന്നു. ആ പെയിൻറ്റിംഗ് ഒക്കെ ബാക്കിൽ ഈ സെറ്റിംഗ് സോ പ്രിട്ടി. സ്റ്റൈൽ ആൻഡ് കളർ സ്കീംസിലൊക്കെ അവർ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പിക്ക് ചെയ്യാൻ. കിളിനൊരു കിളീനാണ്ടപ്പോൾ അമ്മ വണ്ടടിച്ച് അവിടെ പോയി നിൽക്കുന്നുണ്ട്. എന്തൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് പിന്നെ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രീഡത്തിലാണ് കയറണമെന്നുണ്ടെങ്കിലും എനിക്കൊരു ഫ്രീഡം തരാതെ ആ ചെറുതവിടെ കടന്ന് വാശി പിടിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ദോസ് ടു പോർട്രേറ്റ്സ്. ഞാൻ നട റോട്ടിൽ നിന്നിട്ടാ വീഡിയോ എടുക്കണം. എന്താ അഹങ്കാരം. ഈ ചെറുതിനെ വെച്ചിട്ട് പൊട്ടണ സാധനങ്ങളുള്ള സ്ഥലത്ത് പോകാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താ അലമ്പ് പിള്ളേരാണ് രണ്ടെണ്ണം. വെയിലാ. ഹായ് ഗൈസ്, വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? നമ്മളിവിടെ എല്ലാവരും സുഖമായിരിക്കണം കേട്ടോ. ആക്ച്വലി ഇപ്പം നമ്മളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വേണം പറയാൻ. ഐ ഫീൽ ലൈക്ക് കുറേ നാളായി ഞാനിങ്ങനെ ഇരുന്ന് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട്. കുറേ നാളിന് ശേഷമാണ് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു പ്രോപ്പർ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കുറേ ബ്രേക്ക് വന്നു. ഇതിനു മുമ്പ് എഡിറ്റ് ചെയ്ത് മുമ്പത്തെ വീഡിയോസൊക്കെ ഓരോ ആഴ്ചയായിട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം. അതാണ് എനിക്കിപ്പോൾ ഇരിക്കുമ്പോൾ ഐ ലൈക്ക് അയ്യോ എന്തോ കുറേ നാളായിട്ട് നമ്മൾ സംസാരിക്കണം പറയും. ഇറ്റ്സ് ബിൻ എ വൈൽ, ദാറ്റ്സ് വൈ കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ കുറച്ച് നാൾ ആയിട്ട് സിഡ്നിയിൽ കുറേ പേർക്ക് നല്ല കട്ട ഒരു ഫ്ലൂ പിടിച്ചു. ആൻഡ് ആ ഫ്ലൂ നമ്മുടെ ഇവിടെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും സാശുവിനാണ് കേട്ടോ അവിടെ പിടിച്ചത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ബാഡ്. എന്ത് ഫ്ലൂ ആണെന്ന് അറിയില്ല. നല്ല ചുമ, കോൾഡ്, പനി, വയ്യായ, മേലുവേദന, നടുവേദന. ഇറ്റ് വാസ് റിയലി ബാഡ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്കും സാശുവിനാണ് കേട്ടോ കിട്ടിയത്. ടു മോസ്റ്റ് വൾണറബിൾ പീപ്പിൾ ഇൻ ദിസ് ഹൗസ്. വേറെ എനിക്ക് അറിയാണ്ട് നമ്മുടെ കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ നല്ലോണം പിടിച്ചിട്ട് ലൈക്ക് ഓവർ എ മന്തായിട്ട് അത് ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. നല്ല വയ്യായ ചുമ. എങ്ങനെയാണ് ഞാനും സുണിലും സാനും ഒക്കെ എസ്കേപ്പ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതിന്ന്. ബട്ട് ഇവർ രണ്ടുപേർക്കും നല്ല വയ്യാണ്ടായി. സാഷു വാസ് ഓൾസോ ഗോയിങ് ത്രൂ നല്ല വയ്യായ കുട്ടിക്ക്. സോ വി കുഡന്റ് സെൻഡ് ഹർ ഡേ കെയറിനൊന്നും. ആൻഡ് അവളിപ്പോൾ ഈ കൊല്ലം ട്രാൻസിഷൻ ആവുമല്ലോ കുട്ടികൾ ഓരോ നെക്സ്റ്റ് റൂമിലേക്ക്. അപ്പോൾ അവൾ ആ ബേബി റൂമിൽ നിന്ന് അവളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് ട്രാൻസിഷൻ ആയി. ബട്ട് ബിക്കോസ് ഹി വാസ് സോ അൺവെൽ നമ്മൾ വിട്ടില്ല. ബാക്കി കുട്ടികളൊക്കെ സെറ്റിലായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇവൾ വിട്ടു തുടങ്ങിയത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവൾ പോണതുകൊണ്ട് ഇറ്റ് ഫെൽറ്റ് ഫോർ ഹർ ഇറ്റ് വാസ് എന്താ പറയുക, പുതിയ റൂം, പുതിയ കുട്ടികൾ, ഫ്രണ്ട്സ് ഒന്നുമില്ല, ടീച്ചേഴ്സൊക്കെ മാറി. അപ്പോൾ ഭയങ്കര കരച്ചിൽ, വാശി, അങ്ങനെ ഇവിടെ ഒരു ബഹളമായിരുന്നു കേട്ടോ. സോ ബിക്കോസ് ഓഫ് ഓൾ ദാറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. നോട്ട് മച്ച് വാസ് ഗോയിങ് ഓൺ. വാസ് ജസ്റ്റ് ലൈക്ക് ഓൾ ദിസ് പ്രാരാബ്ദങ്ങൾ, ഓൾ ഓഫ് ദിസ് ട്ടോ. അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. ഞാനിപ്പോൾ വീഡിയോയിലാണ് കണ്ടത്. എൻ്റെ കയ്യുമ്മിൽ ഇങ്ങനെ 2 വര ഇവിടെ. അത് ആക്ച്വലി ഞാൻ അതിന് മുമ്പ് ഇട്ടിരുന്നൊരു ഡ്രസ്സിന് ഇവിടെ എലാസ്റ്റിക് ആയിട്ടുള്ള സ്ലീവ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ടൈറ്റ് ട്ടോ. അതാണ്. ബട്ട് ഇപ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ഞാൻ ഗന്ധർവനിലെ ആ സാധനം. ഓക്കെ, സോ അതൊക്കെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. പക്ഷെ അതിൻ്റെ ഇടയിലും കുറേ നിങ്ങളുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു സിഡ്നി മലയാളിയുടെ ഫാമിലിയിലത്തെ കുറേ പേരെ ഞാൻ കണ്ടിരുന്നു. സിഡ്നിയിൽ നിന്നും ഒക്കെ ആയിട്ട് ഞാൻ കുറേ കണ്ടിരുന്നു. കുറേ പേരെ എനിക്ക് എഴുതി കുറേ ഫീഡ്ബാക്കും ഒക്കെ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. കുറേ മലയാളികൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ഫ്രം ഓവർസീസ്. പക്ഷേ വിത്തിൻ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ കുറേ പേര് എന്നെ സംസാരിച്ചിട്ടുള്ളവരൊക്കെ ദേ ലൈക്ക് മൂവിങ് ടു സിഡ്നി. കുറേ പേർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടായിരുന്നു. ഞാൻ പല കാര്യങ്ങളും എൻ്റെ ചാനൽ ത്രൂ കുറേ വീഡിയോസായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബട്ട് ചിലർക്കൊക്കെ ഒരു കോമൺ ക്വസ്റ്റ്യൻ വാസ് ഓക്കെ ഇതൊക്കെ ശരി, വൺ തിങ് ദറ്റ് പീപ്പിൾ ഡോണ്ട് തിങ്ക് അബൌട്ട്, നമ്മളിവിടെ വന്നു നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് വാങ്ങുക, എവിടുന്നാ വാങ്ങുക എന്നൊക്കെയുള്ള കുറേ ഡൗട്ടുകൾ വന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചാൽ ശരിയല്ലേ, നമ്മളും ആ സമയത്തൊന്നും നമുക്കൊന്നും അറിയില്ലായിരുന്നു. ആൻഡ് ഐ ഓൾസോ ഡിഡ്ന്റ് ഹാവ്, എനിക്ക് ആരുടെയും റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്ത കുറേ കാര്യങ്ങളാണ്. പായത്തോട്ട് അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ദറ്റ് ദർ ആർ ഗുഡ് സ്പോട്ട്സ് വേ യു കെൻ ഗെറ്റ് ലൈക്ക് ഗ്രേറ്റ് വീട്ടു സാമാനങ്ങൾ, ഫർണിച്ചർ, ഡെക്കോർ, വീട്ടിലേക്കുള്ള അപ്ലയൻസസ് ഒക്കെ കിട്ടണ കുറേ സ്ഥലങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ, പല സ്ഥലങ്ങളിലായിട്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ വീട് ഒരു 5 years ago പണിത വീടാണ് അത് കേട്ടോ, നമ്മളിപ്പോൾ താമസിക്കുന്നത്. ദിസ് ഇസ് 2025. 5 years ago ആണ് ഈ വീട് പണിതിരുന്നത്. 2019 നമ്മളിതിൻ്റെ സംഭവം വാങ്ങിയതൊക്കെ. എനിവേസ്, അപ്പോൾ ആ സമയത്ത്
തൊട്ടിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഐ തിങ്ക് അമ്മയ്ക്ക് ഇതൊക്കെ വലിയ ഇഷ്ടം, അമ്മേനെയും കൊണ്ട് കാണിച്ചു കൊടുക്കാം. സോ ഹിൽ സൂപ്പർ സെൻറ്റർ എന്നാട്ടോ അതിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഹിൽഷയർ എന്ന് പറഞ്ഞിട്ടുള്ള കൗൺസിലിൽ നിന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ കെല്ലിവില്ലിൽ നമ്മൾ താമസിക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു 5-6 മിനിറ്റ് ഡ്രൈവാണുള്ളൂ, വേഗം എത്താം. കാസിൽ ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഹിൽ സൂപ്പർ സെൻറ്റർ ഉണ്ട്. 2 മാസീവ് എന്താ പറയുക കമ്പനി അല്ല, എന്താ 2 ബിൽഡിങ്സ് ആണ്, നോർത്ത് ആൻഡ് സൗത്ത് ആയിട്ട്. ആൻഡ് അവിടെയാണ് നമ്മളിപ്പോൾ ഇന്ന് പോകാൻ പോണതും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പോണതും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. വയ്യായും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിരുന്നു, ബട്ട് നത്തിങ് മേജർ. ഇപ്പോൾ കാണിച്ചു തരാനുള്ള കാര്യമായിട്ടുള്ളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ നടന്നിരുന്നു. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സാശുവിനെയും സാനുവിനെയൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ബട്ട് ആ ഗ്യാപ്പിൽ നിങ്ങൾ ഇത്രയും ദിവസം ഉണ്ടായ കുട്ടി കുട്ടി വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. ആൻഡ് ദെൻ വിൽ സീ യു ദെയർ. ഓക്കെ. അമ്മ സിഡ്നി വന്നേ പിന്നെ ഞാൻ അടുക്കള കയറൽ വളരെ കുറവാട്ടോ. ഇന്ന് പക്ഷേ ഞാൻ എന്താ അങ്ങനെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ വിശേഷമുണ്ട്. അമ്മയുടെ ബർത്ത്ഡേ ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറേ പ്ലാൻസൊക്കെ ഇട്ടിരുന്നു, ഒന്നും നടന്നില്ല. ബിക്കോസ് അമ്മയ്ക്ക് ഫ്ലൂ പിടിച്ച് നല്ല വയ്യായ ചുമ ആൻഡ് ഓൾ ഓഫ് ദാറ്റോ. അപ്പോൾ ബർത്ത്ഡേക്ക് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് ലഞ്ചൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളികേരക്കൊത്തും അതുമാതിരി പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ബീഫിനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് സംഭവം. അതും പിന്നെ ചോറും കുറച്ച് സാമ്പാറൊക്കെയാണ് കേട്ടോ ഞാനിന്ന് ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കണേ. ലക്ലി ഇറ്റ്സ് എ വീക്കെൻഡ്, അപ്പോൾ എനിക്ക് ഡേ ഓഫും ആണ്. ഇത് എൻ്റെയും ഒരു ഫേവറേറ്റ് ഡിഷാണ്. ആൻഡ് ഇത് ഉണ്ടാക്കാനും എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഇതാണ് ബർത്ത്ഡേക്ക് ലഞ്ചായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പോണേ. കുറേ പ്ലാൻ ഇട്ടതാട്ടോ, കഷ്ടം തോന്നിയതായിട്ട് നത്തിങ് വർക്ക്ഡ് ഔട്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ വന്നതും. സോ വി വോണ്ടഡ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്, പക്ഷേ ഒന്നും നടന്നില്ല. ബട്ട് എനിവേസ് നമുക്ക് വേറൊരു ദിവസം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയ്ക്കും വയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മൾ റിസ്ക് എടുത്തിട്ട് ഇറങ്ങിയില്ല. നമുക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി അമ്മ മാസ്ക് കെട്ടിട്ടാട്ടോ വീട്ടിൽ തന്നെ ഇരിക്കണത്. എനിവേസ് നമ്മുടെ ഇതാ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പഴയൊരു വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഫുൾ റെസിപ്പിയൊക്കെ. ഇറ്റ്സ് റിയലി യമ്മി. ആൻഡ് ചോറ് നം എന്ന് തീർക്കാൻ പറ്റും. അമ്മയ്ക്ക് വായിക്ക് രുചിയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണേ ഉള്ളൂ. ബട്ട് ഒരു വിധത്തിൽ ഇതൊക്കെ കഴിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ, ബട്ട് സ്റ്റിൽ ഷീ ഹാഡ്. സാനു പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. പക്ഷെ എന്നാലും കൂടെ ഇരുന്നിട്ട് അമ്മയുടെ കൂടെ ലഞ്ച് കഴിക്കാം കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. ഈവനിങ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ സർപ്രൈസായിട്ട് അമ്മയ്ക്ക് ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തു. ഷീ ഡിഡ്ന്റ് ഇവൻ റിയലൈസ് കേക്ക് വാങ്ങിയ കാര്യമൊന്നും. കേക്കൊക്കെ അതാ ചീസ് കേക്ക് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സാനു ഇരുന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും ബഹാഫിൽ ഒരു കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക്. എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നി, അതാണ് ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. വാട്ട് ഷീ ഡിഡ് വാസ് ഇങ്ങനെ ഗ്രാൻഡ്മാന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ആ GRANDMA എന്നുള്ളതിൻ്റെ ആ എല്ലാ ലെറ്റേഴ്സിനെയും ഓരോന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അമ്മയെ കുറിച്ചിട്ട്. അതിൽ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഇറ്റ് സെസ് മേക്സ് നൈസ് പുട്ട് എന്തോ. സ്വറോസ്കി അമ്മയ്ക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ അമ്മയ്ക്ക് നമ്മൾ സീക്രട്ടായിട്ട് സ്വറോസ്കിയുടെ ഒരു ബ്രേസ്ലെറ്റും ഗിഫ്റ്റായിട്ടൊക്കെ വാങ്ങിയിരുന്നു. പിന്നെ പതുക്കെ അമ്മോട് വൈകുന്നേരം വരൂ, ഡിന്നർ ടേബിളിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ കൊണ്ടുവന്നപ്പോഴാണ് അമ്മ ഞെട്ടിപ്പോയത്. അതായത് നമ്മളിവിടെ ഇങ്ങനെ ഫുൾ സെറ്റപ്പൊക്കെ ആക്കിയിരുന്നു കേക്ക് കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടെന്ന്. മാസ്ക് ഇട്ടിട്ടാട്ടോ ഇപ്പോൾ ഫുൾ ടൈം നടക്കണേ. അതുകൊണ്ട് ഈ ഫുൾ വീഡിയോയും ഫോട്ടോസിലും എല്ലാത്തിലും മാസ്ക് ഇട്ടിട്ടാണ് അമ്മ. കണ്ടാൽ തിരിച്ചറിയില്ല. ഞാൻ എന്നിട്ട് കളിയാക്കിയിട്ട് വുഹാൻ എന്നൊക്കെയാണ് അമ്മേനെ വിളിക്കിട്ടായിരുന്നത്. ബട്ട് കിഡ്സ് ആർ ഓൾസോ എക്സൈറ്റഡ് ബിക്കോസ് ബർത്ത്ഡേ ആണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു വിധത്തിൽ അമ്മേനെ വന്ന് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഷീ വാസ് ഫീലിംഗ് റിയലി എംബാരസ്ഡ്. പക്ഷേ ഒരു വിധത്തിൽ അമ്മേനെ പിടിച്ച് കൊണ്ടുവന്നു. എന്തായാലും അമ്മ പറഞ്ഞു വേണ്ട, വയ്യാത്തതുകൊണ്ട് ഞാൻ ഊതുന്നില്ല ക്യാൻഡിൽ. അപ്പോൾ ക്യാൻഡിൽ ഊതാൻ വേണ്ടിയിട്ട് അമ്മയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇതാ സാനുമണി എത്തിയിട്ട് ക്യാൻഡിലൊക്കെ ഊതി. സോ വി ഓൾ സാങ് ഹാപ്പി ബർത്ത്ഡേ ആൻഡ് സെലിബ്രേറ്റ്. കട്ട് ചെയ്യോ അമ്മാനി? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്ത് ചാച്ചിന്?
സാശുവിന് അവളുടെ അല്ലാത്ത ഒരു ബർത്ത്ഡേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തോ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾ ക്ഷമിച്ചിരുന്നു കേട്ടോ. എന്ത് പറ്റിയാവോ അമ്മ സാധനം ഉണ്ടാക്കിയ കാർഡ് കണ്ടിട്ട് വായിച്ചിട്ട് തിരിക്കുക. ഞാൻ കാർഡിൽ വായിച്ചു നോക്കൂ, ഓരോന്നിനും അവൾ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. സോ ക്യൂട്ടോ. സാധനം ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. ആൻഡ് ദെൻ അമ്മയ്ക്ക് അമ്മയുടെ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. പക്ഷെ എന്തിനാ അതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തൊക്കെ പറഞ്ഞു കേട്ടോ. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമുക്ക് ബർത്ത്ഡേ ആകുമ്പോൾ എപ്പോഴും ആഘോഷിക്കണ്ടേ. ഐ ലവ് സെലിബ്രേറ്റിംഗ് ബർത്ത്ഡേസ്. അതെനിക്ക് എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അമ്മ ഇവിടെ വന്ന് അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. സോ വാട്ട് എവർ വി കുഡ് ഡു ഈ വയ്യായകളുടെ ഇടയിൽ ഹൗ മച്ച് എവർ വി വർ ഏബിൾ ടു ഡു ചെയ്തു. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഷി വാസ് ആക്ച്വലി വെരി ഹാപ്പി. രാത്രി പിന്നെ എൻ്റെ ഫുഡ് കഴിച്ച ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടോ. പുറത്താക്കിയാൽ ഓഫ് കോഴ്സ് വി കുഡ് നോട്ട് ഗോ റൈറ്റ്. വയ്യായി ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റണില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഷാഹി ഡൈനിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുനിൽ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ അവിടുത്തെ ഭക്ഷണമാണ് കേട്ടോ രാത്രിയൊക്കെ കഴിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് അമ്മയ്ക്ക് കുറച്ച് രുചി തോന്നി എന്ന് പറഞ്ഞു ഈ ഫുഡ് കഴിച്ചപ്പോൾ. സോ എൻ്റെ ഫുഡ് കഴിച്ച ക്ഷീണം അങ്ങനെ മാറി. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണം വിചാരിച്ചതല്ല കേട്ടോ. ഞാനും അമ്മയും അങ്ങോട്ട് ഇന്ന് ഓഫീസും കഴിഞ്ഞ് സുനിലിൻ്റെ അടുത്ത് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഒറ്റ ഇറങ്ങിയതാ. കുറച്ച് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ. ടാലവോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, അതാണ് ഞാൻ കവർ ചെയ്തത്. ടാലവോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബർബ് ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ ഡെവലപ്പായി വരുന്ന സബർബാണ്. ബട്ട് കുറേ ഷോപ്സും അതാ സർവീസ് ന്യൂ സൗത്ത് വെയിൽസ് വരെ ഉണ്ട് കേട്ടോ ഈ ഒരു ലൊക്കാലിറ്റിയിൽ. പാർക്കിംഗ് ചെയ്യാൻ കുറച്ച് മെനക്കെട്ടു. ഞാനിങ്ങനെ സൈഡിലൊരു സ്ഥലത്താണ് വണ്ടി ഇട്ടത്. ബട്ട് ഇവിടെ അംബീസ് ബിഗ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പുതിയതായിട്ടുള്ളൊരു ഇന്ത്യൻ സ്റ്റോർ വന്നിട്ടുണ്ട്. കുറച്ച് നാളായി പോകണം വിചാരിക്കണം, 5-6 മാസമായി തോന്നുന്നു തുടങ്ങിയിട്ട്. പോകണം എന്ന് വിചാരിക്കാനായിട്ട് കുറച്ച് നാളായി. ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഇറങ്ങിയത് കേട്ടോ. സോ ലെറ്റ്സ് ഗോ സീ ഇവിടെ എന്തൊക്കെയാണ് സംഭവം. ബിക്കോസ് ദിസ് പ്ലേസ് ലുക്സ് വെരി നൈസ് കേട്ടോ. അതൊക്കെ ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ എന്തോ സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ. സെൽഫ് സെർവ് ആണ് എന്തോ. എനി ടൈം ഫിറ്റ്നസ് ഉണ്ട്. അതവിടെയൊക്കെ നോക്കൂ, നന്നായിട്ടുണ്ട് അല്ലേ. സ്ഥലം ആയി വന്നിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ അറിഞ്ഞില്ല ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം. നമ്മൾ തപ്പി കാണാതെ കാരോട് വഴി വെച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. സോ വി കുഡ് ഹാവ് ഗോൺ ഇങ്ങനെ, എന്നിട്ട് ലിഫ്റ്റിൽ പോയാൽ മതിയായിരുന്നു അല്ലമ്മ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ഈ സൈഡിൽ എവിടെയോ ആണ് അത്ര. പക്ഷെ ഇവിടെ നോക്കുക എത്ര പുതിയ പ്രോപ്പർട്ടീസാണ് വരണത്. വീടൊക്കെ വാങ്ങാൻ ആരെങ്കിലും നോക്കുന്നുണ്ടോ, ടാലവോങ്ങിൽ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി നോക്കൂട്ടോ. ഡിസ്പ്ലേ സ്വീറ്റ്സ് ഒക്കെ കുറേ ഓപ്പൺ ആണ്. നല്ല രസമുണ്ട് ഈ സ്ഥലം. ആൻഡ് ദാറ്റ്സ് ദ മെട്രോ ആസ് വെൽ. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി പോകാനാണ് നമ്മൾ ചോദിച്ച സ്ഥലം പറഞ്ഞു തന്ന വഴി. ഇവിടെ നോക്കുക കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നു. സർവീസ് ന്യൂ സൗത്ത് വെയിൽസ് ഞാൻ പറഞ്ഞില്ലേ. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. ആക്ച്വലി നമ്മുടെ അധികം ദൂരമില്ല, നമ്മുടെ വീട്ടിൽ നിന്നൊരു 10-15 മിനിറ്റ്സ് ഡ്രൈവ് അത്രയേ ഉള്ളൂ സംഭവം. ഗലിവിൽ നിന്ന് വരിക വെച്ചാൽ ക്വൈറ്റ് നൈസ്. ഗിഫ്റ്റ് കയറി നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് സ്ഥലം എവിടെയാണെന്ന് അറിയില്ല കേട്ടോ. അവിടെ എവിടെയൊക്കെ എന്തൊക്കെയൊക്കെയോ കോച്ചിങ് ക്ലാസ്സും അതവിടെ ഐസ്ക്രീമും. ചുമയുടെ മുഴുവൻ മാറിയിട്ടില്ല. അമ്മ ഫലൂദാണോ? ഇവിടെ ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ സ്ഥലം കണ്ടുപിടിക്കുക. ഇതാ നേരെ കാണുന്ന കേട്ടോ ടാലവോങ് മെട്രോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അസ്യൂം ചെയ്തിൻ്റെ ഉള്ളിൽ കയറി നോക്കട്ടെ. ഇറ്റ്സ് ക്വൈറ്റ് ബിഗ്. അപ്പോൾ അതാണ് ഇങ്ങനെ കൺഫ്യൂഷൻ തപ്പി നടക്കുകയാണ് നമ്മൾ. കുറേ സ്റ്റോഴ്സും ഉണ്ട് കാണാനും. അതാ കണ്ടു, ഇത് അവിടെ ഉണ്ടമ്മ. ഇതിനകത്ത് അവർക്ക് ഒരു ജ്യൂസ് ബാറൊക്കെ ഉണ്ട് കേട്ടോ. അതുണ്ടമ്മ ഫ്രഷ് ആയിട്ട് അവർ ജ്യൂസൊക്കെ ഉണ്ടാക്കിയവർ അവിടെ അപ്പം തന്നെ. നല്ല സമ്മർ ടൈം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ജോലി വിട്ട് അങ്ങനെ ഇവിടെ കയറിയിട്ട് ജ്യൂസ് അടിക്കാം കേട്ടോ. ജ്യൂസിൻ്റെ ഒക്കെ കുറേ സെക്ഷൻ ഉണ്ട്. ഷുഗർ കെയിൻ സ്റ്റിക്ക്, മാങ്ങയൊക്കെ ട്രേയോടെ വിൽക്കുന്നുണ്ട്. അറൗണ്ട് $25 ആവറേജിൽ മാങ്ങയൊക്കെ കിട്ടാണ്ട് കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ പ്രീ പാക്ഡും ലൂസും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. റീസണബിൾ തന്നെയാണ് റേറ്റ്സും തോന്നിയത്. അധികം കൂടുതലൊന്നുമല്ല. ആൻഡ് സ്റ്റോർ ഇസ് ക്വൈറ്റ് ബിഗ് കേട്ടോ. നമ്മൾ നോർമലി പോണ ഒരു ഇന്ത്യൻ സ്റ്റോറിനെക്കാട്ടും എനിക്ക് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും കൂടെ തോന്നി. എൻ്റെ അമ്മയെ സർവത്ര സാധനം ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഉദയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിൽ പോയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുമാതിരിയൊക്കെ തന്നെ ഉണ്ട്. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ബിഗർ. ഇവിടെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടോ. നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങുമെന്ന് വിചാരിച്ചിട്ടില്ല. വന്നാൽ ഇവിടെ എല്ലാ സെലക്ഷനും ഉണ്ട്. ഒക്കെ എടുക്കാമെന്ന് തോന്നുന്നത് നമുക്ക്. ഇന്ത്യൻ സാധനങ്ങളും അല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് സന്തോഷമായി. നാട്ടിലത്തെ പോലത്തെ പല പച്ചക്കറി സാധനങ്ങളൊക്കെ അവിടെ കിട്ടി. നന്നായിട്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ അത് പ്ലാൻഡ് അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പറ്റി. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോറ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നട റോട്ടിൽ നിന്നിട്ടാട്ടോ വീഡിയോ എടുക്കണം. എന്താ അഹങ്കാരം. നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിലേ ഈ ഭാഗത്തേക്കൊക്കെ വന്നോളൂ. ഓൾസോ വീട് അപ്പാർട്ട്മെൻറ്റ്സ് കേട്ടോ. പ്രൈസ് റേഞ്ച് ഐ തോട്ട് വാസ് ലൈക്ക് കമ്പയർഡ് ടു കുറേ സ്ഥലങ്ങൾ കുറേയും കൂടെ ബെറ്റർ പ്രൈസ് റേഞ്ചും ഉണ്ട് ഇവിടെ. കുറേ പേര് ബിൽഡിംഗ് ഉണ്ട്, കുറേ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്.
സ്കൂൾസിൻ്റെ കാര്യം എനിക്ക് ആക്ച്വലി അറിയില്ല. ഇറ്റ്സ് എ ന്യൂ സബബ്. ഐ ഡോണ്ട് നോ ഇവിടെ സ്കൂളുണ്ടോയെന്ന്. സോ അഡ്ജസൻറ്റ് ഏതെങ്കിലും സബബ്സ് ആവും സ്കൂൾസൊക്കെ ഉള്ളത്. പക്ഷേ മെട്രോ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ലുക്സ് ഗുഡ്. വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? ഇന്ത്യൻ ഗ്രോസറി സാധനങ്ങളും കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചതായിട്ട് എൻ്റെ കൂട്ടത്തിൽ. ഏതായാലും സാമാനങ്ങളൊക്കെ കാണിക്കാത്ത സ്ഥലങ്ങളാണല്ലോ ഞാൻ കാണിച്ചു തരാൻ പോണേ. ഇനി അമ്മയ്ക്കൊക്കെ ഇപ്പോൾ ഭേദമുണ്ട് കേട്ടോ. ചെത്ത് സ്റ്റൈലിൽ ഇരിക്കണുണ്ടില്ലേ, പച്ചക്കുപ്പായൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ചുമയും മയ്യൊക്കെ മാറിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇതാ താനു കയറി ചിമിട്ട് ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ. നമ്മളിതിൻ്റെ ലിഫ്റ്റിലാട്ടോ. ഫർണിച്ചറൊക്കെ ഉള്ള സ്ഥലം ആയതുകൊണ്ടാണ് ഇത്രയും മാസീവ് ലിഫ്റ്റ്. ഹോം കോ എന്നും പറയട്ടോ അതിന്. ഈ സ്റ്റോഴ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കിടക്ക ഐറ്റംസ് ഒക്കെ വാങ്ങാനാണ് ടോയ്സ് സ്നൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇവിടെ കുറേ കട്ടിൽ കിടക്ക റിലേറ്റഡ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ റിലേറ്റഡ് സാധനങ്ങളാട്ടോ ഇവിടെ കൂടുതൽ കിട്ടുക. ഇവിടെ 1000 കടകളുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ബട്ട് എൻ്റെ ഫേവറേറ്റ്സ് ആണ് ഇന്ന് ബേസിക്കലി കാണിക്കാൻ പോണേ. അങ്ങനെ പോകാൻ പോണ ഒരു സ്ഥലമാണ് ഫ്രീഡം. ഓസ്ട്രേലിയയിലുള്ള എല്ലാവർക്കും ഫ്രീഡം അറിയുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ ഹോം വെയർ ഫർണിച്ചർ സ്റ്റോർ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല കളക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഡിസൈനിങ് അല്ലെങ്കിൽ ഫർണിച്ചർ ഡിസൈനിങ്, ക്ലോത്ത്സ് ഡിസൈൻ ചെയ്യുന്ന മാതിരി ഫർണിച്ചർ ഡിസൈനിങ് സെലക്ഷൻ പ്രോസസ്സൊക്കെ ചെയ്യണത് എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ ഫ്രീഡത്തിന്. ഇതാണ് കേട്ടോ ഫ്രീഡം. ഫ്രീഡത്തിലാണ് കയറണമെന്നുണ്ടെങ്കിലും എനിക്കൊരു ഫ്രീഡം തരാതെ ആ ചെറുതവിടെ കിടന്ന് വാശി പിടിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് സ്ഥലം. സീ ഹൗ ബ്യൂട്ടിഫുൾ ദി ഫർണിച്ചർ ഇസ്. ഇപ്പോൾ എന്തോ സെയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ ഡെലിവറി എന്നും കാണിക്കുന്നുണ്ട്. ഇതാണമ്മ ഫ്രീഡം. നമ്മുടെ വീട്ടിലുള്ള കുറേ ചട്ടി ചെടി കുഷൻസ് അങ്ങനത്തെ ഹോം വെയർ ഐറ്റംസ് കുറേ ഇവിടെ നിന്നാട്ടോ വാങ്ങിയിരിക്കണേ. ഇറ്റ്സ് ഗോട്ട് റിയലി ബ്യൂട്ടിഫുൾ കളക്ഷൻസ്. ആൻഡ് അവരിങ്ങനെ ഓരോ സ്റ്റൈൽ അനുസരിച്ചിട്ട് മാറ്റി തരും. ഇപ്പോൾ ഇവിടെ കണ്ടോ ബ്ലാക്ക് ഗ്രീൻ ആ ഒരു ഷെയ്ഡ്സിലുള്ള കുഷൻസും ചെടികളൊക്കെയാണ് ഇവിടെ. എന്താണാവോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫേർണിച്ചറും ഇവിടെ കാണാം. വീരപ്പം മുത്തു ചാടിയുണ്ട് കേട്ടോ. ഹോം വെയറിൻ്റെ മാതിരി തന്നെയാണ് ഈ ഹോം സെൻറ്റിൻ്റെ സാധനങ്ങളും. ഇവിടെ ഇവരുടെ കുറേ ബ്രാൻഡ്സ് ഞാൻ കാണാറുണ്ട്. പ്ലസ് ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ഗ്ലാസ് ഹൗസ് ട്ടോ. അതിൽ ഐ ടേക്ക് മാൻഹാട്ടൻ. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഇത് ക്യാൻഡിൽസും ഉണ്ട്, റീഡ്സ് ആയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. ഇതാണ് അമ്മ ഗ്ലാസ് ഹൗസിൻ്റെ. നമ്മുടെ വീട്ടിലുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഫേക്ക് പ്ലാന്റ്സ് ഒക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ബിക്കോസ് എന്നെ കൊണ്ട് ശരിക്കുള്ള പ്ലാന്റ്സിനൊന്നും വളർത്താനുള്ള കഴിവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെയൊക്കെയാണ് വാങ്ങാറ്. അതാണ് എനിക്ക് ഈ സ്ഥലം ഇഷ്ടം. ഇതൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് പിന്നെ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പല സാധനങ്ങളും ഇവിടെ കാണും. ഇങ്ങനത്തെ ഹോം വെയർ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഫ്രീഡം. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് എക്സ്ട്രീംലി പ്രൈസ് ചെയ്യുന്നല്ല, വെരി റീസണബിൾ റേറ്റ്സ് ആണ് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ്സസ് ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ ഒരു സെയിലൊക്കെ നടക്കുന്ന സമയത്ത് നല്ല റേഞ്ചിൽ കിട്ടും. ഇപ്പോൾ ഡേവിഡ് ജോൺസെന്നും അങ്ങനത്തെ ഒക്കെ സ്റ്റോഴ്സിൽ നിന്നൊക്കെ വാങ്ങണേക്കാട്ടും എനിക്ക് റേറ്റ്സ് ഇവിടെ ഭയങ്കര അഫോർഡബിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ ന്യൂ സ്റ്റഫ് ട്ടോ. എപ്പോഴെപ്പോഴും ഇങ്ങനെ മറ്റേ ഡിസൈനേഴ്സ് സാധനങ്ങളൊക്കെ മാറ്റും. വലിയ വെയിറ്റ് ഇല്ല. കണ്ടാൽ തോന്നുന്നതിനൊക്കെ നല്ല ഭാരമുണ്ട്. കേട്ടോ ഒത്ര സൈസില്ലേ, പക്ഷേ ഒറ്റ കൈ കൊണ്ട് വെക്കാം, അത്ര വെയിറ്റൊക്കെ ഉള്ളൂ. ക്രിയേറ്റഡ് ബൈ ഹാൻഡ്. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ഹോം വെയർസ് സെൻറ്റർ പീസസ് ഒക്കെ ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ സാധനങ്ങൾ. ലാംപ്സ് കണ്ടു, നന്നായിട്ടില്ലേ? നല്ല കൗച്ചും നല്ല സോഫ. ആ ബാക്കിൽ കിടക്കുന്ന ചെടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. എനിക്കിതും വലിയ ഇഷ്ടപ്പെട്ടു. ഇത് നോക്കൂ, എങ്ങനത്തെ ഒരു മാർബിൾ പോലെ തോന്നിക്കണേ ഒരു ചെറിയ സൈഡ് ടേബിൾ. ഇറ്റ്സ് റിയലി ക്യൂട്ട് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഓൺ ക്ലിയറൻസ് സ്റ്റോർ ടു $39, വിച്ച് ഇസ് ആക്ച്വലി എ ഗുഡ് ബാർഗൈൻ. അതെ അതെ, സിമ്പിളാണെങ്കിലും പവർഫുള്ളാണ്. നല്ല നല്ല കളക്ഷൻസ്. ഇങ്ങനത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. വാൾ ലാംപ്സ്, ടേബിൾ ലാംപ്സ്, ക്യൂട്ട് കളക്ഷൻസ്. 30% ഓഫ് ഉണ്ട് കേട്ടോ. സീ നല്ല ക്യൂട്ട് ലാംപ്സ് അല്ലത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ലിറ്റിൽ മഷ്റൂം. ഇങ്ങനത്തെ അതേ ഷേപ്പിലും ഒക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. റഗ്സിൻ്റെയും കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ അവർക്ക്. ഐ ഹാവ് സീൻ ലൈക്ക് കുറച്ചും കൂടെ മോഡേൺ സ്റ്റൈൽ റഗ്സ് ഉണ്ട്, കുറച്ച് മിഡിൽ ഈസ്റ്റേൺ സ്റ്റൈലൊക്കെയുള്ള റഗ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ അങ്ങനെ കുറേ റഗ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ല ഔട്ട്ഡോർ സെറ്റിംഗ് കേട്ടോ, അത് നന്നായിട്ടുണ്ട്. 3779 സെയിലിൽ. പിന്നെ ടേബിളിനൊക്കെ കണ്ടു അറൗണ്ട് $799. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. ചട്ടി അനക്കാൻ വയ്യ കേട്ടോ, പൂര വെയിറ്റ് അതിന്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കാലിക്ക് വീഴണ്ട കേട്ടോ.
ഇനി മാച്ചിന് ഈ സൈഡ് ടേബിൾ കണ്ടോ, 399. സോ ഇറ്റ്സ് ഡൗൺ ഫ്രം 499 കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സാധനം, വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല സാധനം. ഔട്ട്ഡോർ ഫർണിച്ചറൊക്കെ ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട്. ഓ ശരി മാഡം, ഞാൻ തന്നെ ഉന്തണത്ര അവളുടെ ഈ സാധനം, എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാറുണ്ട്. ഇവിടെ അത് കൂടാണ്ട് കിച്ചൺ ബെഞ്ച് ടോപ്സും സ്പ്ലാഷ് ബാക്ക്, കിച്ചണൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ യു ക്യാൻ ഇവൻ സെലക്ട് സ്റ്റഫ് ഫ്രം ദെയർ. ഡൈനിങ് സെറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഇതാ ഇങ്ങനത്തെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. എന്താണാവോ മാച്ചിന് നമുക്ക് ചെയർ കൊടുക്കാം, നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം. ചെറുതിന് കുറച്ച് ഐസ്ക്രീമൊക്കെ കൊടുത്ത് ഒതുക്കിയിരിത്തിരിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഹവേർഡ് സ്റ്റോറേജ് വേൾഡ്. ഇവിടെ കുറേ ഈ ഹോം വെയർ സാധനങ്ങൾ, വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും. ആൻഡ് വെരി ലോങ് ലാസ്റ്റിങ് നല്ല സാധനങ്ങളാണ് കേട്ടോ. ചെറുതായിട്ട് ഐസ്ക്രീമിനെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഓളിട്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് വോയിസ് ഓവർ ചെയ്യാൻ വിചാരിച്ചു. ഇതാണ് കേട്ടോ ഹവേർഡ്സിലെ സാധനങ്ങൾ. ഇങ്ങനത്തെ ഹോം വെയർസ്, ഇങ്ങനെ പാത്രങ്ങൾ, ഈസി ആക്സസിന് വീട്ടിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ചോപ്പിംഗ് ബോർഡ്, നീറ്റായിട്ട് വെക്കാൻ പറ്റുന്ന സോപ്പ് പമ്പ്സ്, അതുമാതിരി ഡ്രൈയിങ് റാക്സ്, ഇങ്ങനെ അയണിങ് ബോർഡ്സ്, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. സ്റ്റാർട്ടിങ് ഫ്രം ഡസ്റ്റ്ബിൻ, ലോണ്ട്രി, കുഞ്ഞു പാത്രങ്ങൾ, ചെറിയ ചെറിയ ആക്സസറീസ്. ചെറിയ സ്പേസ് ഒക്കെ ഉള്ളവർക്ക് ഇഫക്റ്റീവ്ലി കണ്ടോ കിച്ചണിലൊക്കെ അറേഞ്ച് ചെയ്ത് പാൻട്രി ആക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഒരു ഐഡിയ കാണിച്ചു തന്നിരിക്കണം അവർ. ചെറിയ സ്പേസാണ്, അതിൽ നല്ലോണം കണ്ടെയ്നേഴ്സൊക്കെ വെച്ചിട്ട് ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട് സംഭവങ്ങൾ. വൈന് വെക്കാൻ വരെ സ്ഥലമുണ്ട്. കസ്റ്റമായിട്ട് ഫർണിച്ചർ പണിക്കണം എന്നുള്ളവർക്ക് അങ്ങനത്തെ സ്റ്റോർ ഉണ്ട് കേട്ടോ അവിടെ, കസ്റ്റം ഡിസൈൻ. ഞാനും ഫുൾ ആക്ച്വലി ആദ്യം ഡൈനിങ് ടേബിൾ ഇവിടെ നിന്നൊക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു സ്ഥലത്തിനൊക്കെ വേണ്ടിയിട്ട്. ബട്ട് ദെൻ വി സോ സംതിങ് എൽസ് ദാറ്റ് വി ലൈക്ഡ്. അപ്പോൾ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റിയതാണ്. പക്ഷേ ഈ കസ്റ്റം ഡിസൈനിൽ കുറേ അങ്ങനത്തെ ഹോം വെയർസും കാര്യങ്ങളും ഉണ്ട്. ഔട്ട്ഡോർ ഫർണിച്ചർ നോക്കണവർക്കുള്ള സ്ഥലമാട്ടോ ഈ ഓസ്മൻ. റിയലി ബ്യൂട്ടിഫുൾ ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ് ഉണ്ട് ഇവിടെ. സ്റ്റാൻഡേർഡ് ഡൈനിങ് സെറ്റ്സ്, അതുമാതിരി ഇങ്ങനത്തെ എഗ് ചെയർസ്, പുറത്തിടാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ഥലമാട്ടോ ഈ ഓസ്മൻ. കോവാല ഇവിടെ നമ്മുടെ മിക്ക ഇന്ത്യൻസിനും അറിയണ സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അവിടുത്തെ വൺ ഓഫ് ദ കൗച്ചസ്, തിയേറ്റർ റൂമിലെ കൗച്ച് നമ്മൾ ഇവിടുന്ന് അടുത്താണ്. പിന്നെ ഇങ്ങനത്തെ ഹോം വെയറും കുറേ സാധനങ്ങളുണ്ട് വിച്ച് നമ്മുടെ കണ്ണൊക്കെ നന്നായി മഞ്ഞളിക്കും. യു വാണ്ട് ടു സിറ്റ് ദേർ? നീ ഇരിക്കണ്ട വൈറ്റ് സോഫയിൽ. ഈ ചെറുതിനെ വെച്ചിട്ട് വൈറ്റ് സോഫയൊന്നും നടക്കില്ല, അതാണ് അവിടെ വൈറ്റ് സോഫയൊന്നും വാങ്ങാൻ. പക്ഷേ ഈ റൗണ്ട് ബോൾ ടൈപ്പ് കുഷൻസൊക്കെ കിടലുന്നുണ്ടല്ലോ. കുറേ ഇത്തിരി കൂടെ ഗ്ലിറ്റേഴ്സ് ആൻഡ് ഗോൾഡ് ടോൺസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ക്വാളിറ്റിയുടെ ഫർണിച്ചേഴ്സൊക്കെ ഇഷ്ടമാവും കേട്ടോ. ആൻഡ് സീ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ട്. മിക്കപ്പോഴും ഇവിടെ സെയിലാട്ടോ. സോ ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് ടൈം ടു കം ബൈ ഫർണിച്ചർ ഫ്രം ഹിയർ. ഇതൊക്കെ ചെത്തിയുണ്ട് അല്ലേ, പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് കണ്ടോ, ടെക്സ്ചേർഡ് പെയിൻറ്റിങ്സ് ഒക്കെയാണ് ഇങ്ങനത്തെ വോളാട്ടൊക്കെ. അങ്ങനത്തെയൊക്കെ ഭംഗിയിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഈ ചെറുതിനെ വെച്ചിട്ട് പൊട്ടണ സാധനങ്ങളുള്ള സ്ഥലത്ത് പോകാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഷൂസ് ഇട്ടിട്ട് വൈറ്റ് സോഫയിൽ വരരുത്, ഇവിടെ വരൂ. നാളെ നമ്മുടെ വീട്ടിലെ സോഫയിൽ പെന്നിട്ട് വരച്ചിട്ടേ ഉള്ളൂ. ലെതറായിരുന്നു ആൻഡ് അതുമ്മൽ ബ്ലൂ കളർ പെന്നിട്ടിട്ട് നഫ്സലായിട്ടാണ് വരച്ചിട്ടു കേട്ടോ. പിന്നെ അടുത്ത് വൂൾവേർഡ്സിൽ ഒരു സാധനം കിട്ടും, മാജിക് ഇറേസർ എന്ന് പറഞ്ഞിട്ട്. ആ സാധനം ഇട്ടിട്ട് ഇങ്ങോട്ട് റബ്ബ് ചെയ്തപ്പോൾ ഭാഗ്യത്തിൻ്റെ സംഭവം പോയി. ക്വിക്ക്ലി നമ്മൾ ചെയ്താൽ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ലൈറ്റ് കളേർഡ് ഫർണിച്ചർ സാഷുവിൻ്റെ അടുത്ത് പേടിയാണ്. ദിസ് ഇസ് നൈസ്ല്ലേ, നന്നായിട്ടില്ലേ, അസലായിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ ഹോൾ സെറ്റിംഗ് നന്നായിട്ട്. ഇവിടെ ഡൈനിങ് ലൈറ്റ്സ് ആൻഡ് എസ്പെഷ്യലി ദോസ് 2 പോർട്രേറ്റ്സ്. 2 സെപ്പറേറ്റ് ആണെങ്കിലും ഒരു സിംഗിൾ ഫേസ് മാതിരി തോന്നിക്കണ മാതിരി. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഹസ്ബൻഡ് വൈഫ് അങ്ങനെ എന്തോ തോന്നുന്നു. നന്നായിട്ടുണ്ട്. എന്താ ലംബ് പിള്ളേരാണ് രണ്ടെണ്ണം. മതി ഇവിടെ പോയി. ഈ വോളാട്ട് നോക്കുമ്പോൾ അസലായിട്ടില്ലേ, നന്നായിട്ടില്ലേ സംഭവം, വെരി നൈസ്ല്ലേ. കിളിനൊരു കിളീനെ കണ്ടപ്പോൾ അമ്മ വണ്ടടിച്ച് അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ വോളാട്ട് കേട്ടോ, ബട്ട് ഇറ്റ്സ് റിയലി പ്രിറ്റി. ശരിക്കും ഒരു കിളി വിത്ത് ദ ബീക്ക്. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. പിന്നെ ടെക്സ്ചേർഡ് തന്നെ അതും കേട്ടോ. അത് കണ്ടോ എൻ്റെ മുകളിൽ ഇങ്ങനത്തെ ടെക്സ്ചർ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ പെയിൻറ്റിങ്, എന്തൊക്കെയോ അല്ല പെയിൻറ്റിങ്ങും ആണ്, അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഒട്ടിച്ചിട്ടും വെച്ചിരിക്കണം. സോ ഫ്രം എ ഡിസ്റ്റൻസ് ഇറ്റ് ലുക്സ് റിയലി നൈസ്. നല്ല വലിയ വോളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കാൻ പറ്റിയ സംഭവം. $1,600 കേട്ടോ ഇങ്ങനത്തെ ഒരു പെയിൻറ്റിങ്. ബട്ട് അങ്ങനത്തെ ഒരു വലിയ വോളൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ I think it will be really nice. Great addition to have. പിന്നെ ഗുഡ് ക്വാളിറ്റി ഫർണിച്ചറിന് പിന്നെ പറ്റിയ സ്ഥലം എന്താ ഡൊമൈൻ. ഹാവി നോമൻ ഗ്രൂപ്പിൻ്റെ തന്നെയാണ് ഇവർ. നമ്മൾ കിടക്ക, കട്ടിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് എടുത്തിരുന്നത് വീട് പണിത സമയത്തൊക്കെ. പ്രിറ്റി ഗുഡ് ക്വാളിറ്റി കേട്ടോ. അപ്പോൾ
5 years ആയിട്ട് സ്റ്റിൽ ഹാവ് ദാറ്റ് സെയിം ക്വാളിറ്റി സാധനങ്ങളൊക്കെ. വേറെ എന്തൊക്കെയൊക്കെയോ ഇവിടെ വാങ്ങിയിരുന്നു, എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല എനിക്ക്. ബുഫേ ടേബിളോ ഒന്നും കണ്ടൊക്കെയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഇവിടെ ഒരാളെ കാണാനില്ല കേട്ടോ, കിടന്ന് ഉറങ്ങണു. ഹലോ മാഡം, ഉറങ്ങുകയാണോ സാഷു ബാബു? അമ്മ അവിടെ തളർന്നൊരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി ഈ ഒരു ഷോപ്പിംഗ് സ്പേസിൻ്റെ ഒരു 10% വരെ കണ്ടിട്ടില്ല. അപ്പോഴേക്ക് ടയർഡായത്. സോ മച്ച് ടു ഡു. എടാ കുഞ്ഞ ഇറങ്ങി വാ. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായിട്ടോ, ഈ ഒരു വുഡൻ ടേബിൾ ആൻഡ് ദാറ്റ് ഗ്രീൻ സട്ടിൽ കളർ കേട്ടോ, പെസ്റ്റൽ കളേഴ്സാണ് അത്. അങ്ങനത്തെ കുറേ ഷെയ്ഡ്സിലൊന്നും കോപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടമായി, ഈ ചെയർ ഇഷ്ടമായി, പക്ഷേ എൻ്റെ കളർ മാറ്റാമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളൊന്നും അവിടെ കട്ടിലും കിടക്കയും ഒക്കെ നമ്മളങ്ങനെ ഷെയ്ഡ്സൊക്കെ മാറ്റിയിരുന്നു. പ്ലസ് ഇങ്ങനത്തെയും കുറേ ഹോം വെയർ ഐറ്റംസ് ആസ് യൂഷ്വൽ, കുറേ സിമിലറായിട്ട് കാണുന്നതും കാണിച്ചു തരില്ല എന്നുള്ളൂ കേട്ടോ. ഇവിടെ അവിടെ കിടന്നു, അപ്പം അവൾക്കും കിടക്കണം അവിടെ കേട്ടോ. എന്നിട്ട് നമുക്ക് റിക്ലൈനർ നന്നായിട്ടുണ്ട്. ഇവിടെ വന്നാൽ കുറച്ച് ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഒരു കുട്ടി കഫേ അവിടെ ഉണ്ട്, മുകളിലുണ്ട് താഴെയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വിഷ് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുണ്ട്, നല്ല ബർഗേഴ്സും റോൾസൊക്കെ കിട്ടും. അതാണ് അവിടെ നിന്നാണ് ഇപ്പോൾ ഓർഡർ ചെയ്തേക്കണേ. സാധനം കുറച്ച് നഗറ്റ്സും ഇവിടുതാകെ ഒരു പാസ്റ്റ പറഞ്ഞിട്ടുണ്ട്, അമ്മ ചിക്കൻ ബർഗറും ഞാനൊരു റാപ്പുമാണ് പറഞ്ഞേക്കണേ. പ്രതീക്ഷിച്ചേക്കാട്ടും സൈസ് ഉണ്ട് ഈ റോളിന്. നമ്മുടെ സദേൺ ഫ്രൈഡ് ചിക്കൻ ബർഗർ കേട്ടോ. പിന്നെ ഇവളുടെ പാസ്റ്റ സാനുവിൻ്റെ നഗറ്റ്സ് എത്തിപ്പോൾ വേണ്ട, പാവം സാനുമണി ഷെയർ ചെയ്തുകൊണ്ട് വയ്ക്കാം. ഓക്കെ, ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ സ്പേസ് 2 സെക്ഷനായിട്ടാണ്. അപ്പോൾ ഇത് ഒരു സൈഡ്, സൗത്ത് സൈഡ് എന്ന് പറഞ്ഞ്, ഇനി അത് നോർത്ത് സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് അതിന് പോകാൻ. ഓക്കെ, ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഈ നോർത്ത് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കുറേ സ്റ്റോഴ്സ് ഉണ്ട്, ഹോം ഡെക്കോറിൻ്റെ സാധനങ്ങൾ, ഇതൊക്കെ തന്നെ മെയിൻലി ഫേർണിച്ചറും ഹോം വെയറിൻ്റെയൊക്കെ സ്ഥലങ്ങളാണ്. കണ്ടില്ലേ, ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു കമ്മ്യൂണിറ്റി ലൈബ്രറി പോലെ കേട്ടോ. നമുക്ക് ഇവിടുന്ന് ബുക്ക് എടുക്കാം, വായിക്കാം, തിരിച്ചുകൊണ്ട് വയ്ക്കാം, ഡൊണേറ്റ് ചെയ്യാം. സോ സച്ച് എ നൈസ് കോൺസെപ്റ്റ്, കുട്ടികൾക്ക് ഇങ്ങനെ റീഡിങ് എൻകറേജ് ചെയ്യാൻ വേണ്ടി. ഷെറിഡൻ്റെ ഫാബ്രിക് ഇഷ്ടമുള്ളവർക്ക് അവിടെ ഒരു ഔട്ട്ലെറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ടവൽസും ഫാബ്രിക് മെറ്റീരിയൽ എല്ലാതും ഉണ്ട് ഇവിടെ. കുറേ ഓപ്ഷൻസ് ഉള്ള സ്ഥലമുണ്ട്. കിങ് ഫേർണിച്ചറിൻ്റെ സ്റ്റോർ ഉണ്ട് ഇവിടെ. പണ്ട് ഇവിടെ നിക്സ് കാലിയായിരുന്നു, നമ്മളൊക്കെ വീട് പണ്ട് കാലത്ത് ഇവിടെ നിക്സ് കാലിയായിരുന്നു. നമ്മൾ സോഫയൊക്കെ എന്നിട്ട് ഇവിടെ നിന്നാണ് വാങ്ങിയിരുന്നത്. ബട്ട് ഓഫ് കോഴ്സ് കിങ് ഇസ് വെരി പോപ്പുലർ ഇവിടുത്തെ ഫേർണിച്ചർ സ്റ്റോറാണ്. ഒരു അമേസിങ് ബ്യൂട്ടിഫുൾ ബിഗ് ഇവിടെ ഒരു ഷോറൂം തന്നെ ഉണ്ട്. ഇലക്ട്രോണിക് ഷോപ്പിംഗ് ഉള്ളവരുടെ സ്ഥലമാണ് ഇത് കേട്ടോ. JB Hi-Fi ഇവിടെയുള്ള എല്ലാവർക്കും ഇത് അറിയാം. ഞാൻ പറഞ്ഞത് എല്ലാ സ്റ്റോറിലും കയറാൻ പറ്റുന്നുണ്ടാവില്ല, ബട്ട് ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ഡൈസൺ വേണ്ടവർക്ക് ഡൈസൻ്റെ തന്നെ സ്റ്റോറുണ്ട്. ഇനി എനിക്കിഷ്ടമുള്ള ബെഡ് ബാത്ത് ആൻഡ് ടേബിളിലേക്ക് ഒന്ന് പോയിട്ട് കാണിച്ചു തരാം. ബെഡ് ബാത്ത് ആൻഡ് ടേബിൾ കേട്ടോ, കുറേ ഡെക്കോർ സാധനങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെയും. സാനുമണി അതാണ് എടുത്തേക്കണം കേട്ടോ. അതിനകത്തൊക്കെ ക്യൂട്ട് ലിറ്റിൽ ചട്ടി ആസ് വെൽ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, കുറേ ക്ലിയറൻസിലും കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര വില കുറവില്ല കേട്ടോ. ബെഡ് സ്പ്രെഡ്സ്, അതുമാതിരി ബ്ലാങ്കറ്റ്സ്, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ കിട്ടും ഇവിടെ ബെഡ് ബാത്ത് ആൻഡ് ടേബിളിൽ. ഐ റിയലി ലൈക്ക് ഇവിടുത്തെ സാധനങ്ങൾ കേട്ടോ. നല്ല ക്വാളിറ്റി ആയിരിക്കും സാധനങ്ങൾക്ക്. സോ പ്രിട്ടി, ഇങ്ങനെ ഓരോ സ്റ്റൈൽ ആൻഡ് കളർ സ്കീംസിലൊക്കെ അവരാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പിക്ക് ചെയ്യാൻ. വളരെ ഭാഗ്യത്തിന് വീരപ്പൻ ഉറങ്ങി. അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം. ഇഷ്ടമായിട്ടാ മുത്തേ? ഇതുണ്ടല്ലേ, ഇതാണ് ബാർബക്യൂസ് ഗലോർ കേട്ടോ. ഇവിടെയാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സംഭവം, ബാർബക്യൂ സംഭവം വാങ്ങാൻ കിട്ടുക. ബാർബക്യൂ ചെയ്തിട്ടൊക്കെ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുക അവിടെ വളരെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോർ അത് കേട്ടോ. ഇലക്ട്രിക് ഉണ്ട്, കോളിൻ്റെ ഉണ്ട്, ഗ്യാസിൻ്റെ ഉണ്ട്, ഓൾ ദോസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ്. ഇവിടെ കൂടാതെ അങ്ങനെ ഫ്ലോറിങ് ചെയ്യാൻ, കാർപ്പറ്റ്സ് ചെയ്യാൻ, കുക്കിംഗ് യൂട്ടൻസിൽസ്, കാർപ്പറ്റ്, ഫ്ലോർ, അങ്ങനത്തെ കുറേ കടകളും വേറെ ഉണ്ട് കേട്ടോ അവിടെ. ഫാബ്രിക്, ഇപ്പോൾ കർട്ടൻസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ. കുറച്ചും കൂടെ സ്റ്റൈലൈസ്ഡ് ഡിസൈനർ ഫർണിച്ചറൊക്കെ വേണ്ടവർക്ക് പറ്റിയ സ്ഥലമായിട്ട് കോക്കോ റിപ്പബ്ലിക്. ഇറ്റ്സ് ബിറ്റ് ഓൺ ദ എക്സ്പെൻസീവ് സൈഡ്, പക്ഷെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ. ഭംഗിയില്ലേ, നല്ല കളേഴ്സ് അല്ലേ. അതിൻ്റെ ആ പെയിൻറ്റിങ് ഒക്കെ ബാക്കിൽ. ഈ സെറ്റിങ് ഇസ് സോ പ്രിട്ടി. കണ്ടില്ലേ, വേറെ തന്നെ ഒരു സ്റ്റൈലിലുള്ള ബെഡ്സും ചെയർസും. സോ ബ്യൂട്ടിഫുൾ ഹിയർ. നല്ലൊരു മാസീവ് ബിഗ് ലിവിങ് റൂമിന് പറ്റിയൊരു സ്പേസ് അത്. പിന്നെ പറ്റിയ വാൾ ഡെക്കോർ, ലാമ്പ്,
ഈ ഒരു കളർ കോമ്പിനേഷൻ. പിന്നെ ഈ ടേബിൾ നോക്കൂ, ഇറ്റ്സ് ലൈക്ക് മെറ്റാലിക്, ഒരു ബ്രോൺസി ടച്ചുള്ള നന്നായിട്ടുണ്ട്. നടന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വെരി പ്രിറ്റിയിൽ അത് കുടിക്കാൻ തോന്നുന്നില്ല. മൊക്ക, ഞാനൊരു മൊക്കയാണ് കഴിക്കണേ, അമ്മ കഴിക്കണേ. അതേപോലെ ഹാർട്ടുള്ളൊരു ലാറ്റയും. സാരമുണി എന്താ കഴിക്കണേ? ചോക്ലേറ്റ് മഫിൻ. വീരപ്പൻ ഇപ്പോഴും ഉറങ്ങാണ്, അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു ഒന്നില്ലേ. ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞേ പതുക്കെ കുടിച്ച് സമാധാനമായി മതി, ബിക്കോസ് എന്തായാലും വീരപ്പൻ ഉറങ്ങാണ്. പിന്നെ നമുക്ക് സമയമുണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. ദൈവമേ, 5 സെക്കൻഡ് എനിക്ക് സമാധാനം തരില്ല കേട്ടോ. ഇതല്ലേ വേണ്ടേ? അതിനെന്തെങ്കിലും ഒന്ന് കാർട്ടൂൺ വെക്കട്ടെ കേട്ടോ, ഞാൻ എപ്പോൾ വരാം. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ജസ്റ്റ് കയറിയുള്ളൂ. അവിടെ ഇരിക്കുമ്പോൾ സിബിനെയൊക്കെ കണ്ടു കേട്ടോ. അവിടെ ഫ്രണ്ട് സിബിനല്ലേ, സിബിൻ അവിടെ കുറച്ച് ഷോപ്പിങ്ങും പരിപാടിക്കൊക്കെ വന്നിട്ടായിരുന്നു. സിബിനെയൊക്കെ കണ്ടു. ബട്ട് കോമഡി എന്താ വെച്ചാൽ നമ്മൾ വേഗം ചെറുപ്പടാന്ന് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചത് ബിക്കോസ് സിബിനും കാലയും കുട്ടികളും 2 ആളും കൂടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ നമ്മൾ വേഗം എത്താമെന്നായിരുന്നു പ്ലാൻ. സോ അവരൊരു 4:30 എത്തും എന്നാണ് വിചാരിച്ചത്. നമ്മളിതാ കറക്റ്റ് 4 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. പക്ഷേ സിബിൻ അവിടെ തന്നെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. കുട്ടി കുട്ടി വിശേഷങ്ങളും പിന്നെ മെയിനായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലങ്ങൾ, ഓപ്ഷൻസ്, സ്റ്റോഴ്സ്, സ്പെഷ്യലി പുതിയതായിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നവർക്ക് ഐ തോട്ട് വിൽ ബി ഹെൽപ്ഫുൾ. കാരണം കുറേ പേരെ എന്നോട് ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ എടുത്തതാണ് ആ ഒരു വീഡിയോ. ബട്ട് ബാക്കി നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊന്നും ഇതിൽ കാണിച്ചു തരാൻ പറ്റി. നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ അസുഖങ്ങൾ, ഓൾ ഓഫ് ദാറ്റ് ഉണ്ടായി കേട്ടോ എൻ്റെ ഇടയിൽ കൂടെ. ബട്ട് യാ, വാസ് എ ബിസി ടൈം ദിസ് മന്ത്. ശരിക്കും വേഗം പോയി. ഐ കാൺട്ട് ബിലീവ് ഫെബ്രുവരി എന്നുള്ളത് കേട്ടോ. ഫെബ്രുവരിയിൽ സമ്മർ തന്നെയാണ്. ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ. അവിടെ പുറത്ത് കണ്ടോ നല്ല വെയിലാണ്. നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ ഇപ്പോൾ നല്ല മഴക്കാറ്, ബട്ട് ഇപ്പം നല്ല വെയിലുണ്ട്. ഇറ്റ്സ് വോം. നാളെ മറ്റന്നാളൊക്കെ നല്ല ചൂടാവാൻ പോവാം. സോ ഔട്ട്ഡോറിൽ ഇരുന്നിട്ടുള്ള ഫുഡിൻ്റെയും പരിപാടിയൊന്നും നടക്കണില്ല കാര്യമായിട്ട്. ഇടയ്ക്ക് ഞാൻ പോയി അവിടെ നിന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യും, അത്രേ ഉള്ളൂ. ബട്ട് യാ, ഇറ്റ്സ് പീക്ക് സമ്മർ ഹിയർ. ചില ദിവസമൊക്കെ 36 degrees ഒക്കെ ആവുന്നുണ്ട്. ബട്ട് യാ, അനദർ മന്ത്, കപ്പിൾ ഓഫ് മോർ വീക്സ് ആൻഡ് ദെൻ we're off to autumn. ഓക്കെ, സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കുറേ പേര് ചാനൽ കാണുന്നുണ്ട്, പക്ഷെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണു. സോ പ്ലീസ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ആൻഡ് കോമെൻറ്റ്. ആൻഡ് ആസ് ഓൾവേസ് എനിക്ക് വിശേഷങ്ങളൊക്കെ എഴുതി അറിയിക്കൂ. സോ യാ, ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. And until we see you in the next video, this is bye from Shruti and bye from ഓർമ്മയുണ്ടാ? എന്താ പറയാ? എന്ത്? സിഡ്നി മലയാളി. ഇത്രയും വീട് വൃത്തികേടാവാനുള്ളതിൻ്റെ കാര്യമാണ് കേട്ടോ അവിടെ ഇരുന്നോണ്ടിരിക്കണത്. യാ, സോ സിബിനും കാലം ഇപ്പോൾ വരുമ്പോൾ വൃത്തിയാക്കാൻ എനിക്ക് ടൈമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ അവർ വീട് കാണേണ്ടി വരും. എല്ലാം അവരുടെ വിധി. Alright guys, see you in the next video. Bye.